ക്രൂശിത വഴിയിലൂടെ 19 ദിനം. സങ്കീർത്തനം 119:1 പറയുന്നു, അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനങ്ങൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവവചനം നിറഞ്ഞു നിൽക്കുമ്പോൾ ദൈവിക ചിന്തകളാണ് ആ വ്യക്തിയെ നയിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-64 തിരുവചനങ്ങളിൽ ഈശോ പറയുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ദൈവത്തിൻ്റെ വചനത്തിന് ദൈവിക ജീവനുണ്ട്, ദൈവിക ശക്തിയുണ്ട്. ആദ്യ മനുഷ്യനായ ആദത്തെയും ഹവായെയും ഏദൻ തോട്ടത്തിൽ ദൈവം പാർപ്പിച്ചപ്പോൾ അവർക്ക് ദൈവം ഒരു വചനം കൊടുത്ത്, തിന്നരുത്. ഈ വചനം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ആ വചനത്തിന് ദൈവിക ജീവനുണ്ടായിരുന്നു. ദൈവിക ജീവൻ്റെ പ്രകാശത്തിൽ അവർ ജീവിച്ചപ്പോൾ അസൂയാലുവായ പിശാച് അവരുടെ അടുക്കൽ വന്ന് മറ്റൊരു വചനം അവരുടെ ഉള്ളിൽ നിക്ഷേപിച്ചുകൊണ്ട് ദൈവവചനം അവരുടെ ഉള്ളിൽ നിന്ന് നീക്കിക്കളഞ്ഞു. തിന്മയുടെ വചനം നിക്ഷേപിച്ചുകൊണ്ട് തെറ്റായ ബോധ്യത്തിലേക്ക് അവരെ നയിച്ചു. ദൈവിക വചനത്തിൻ്റെ ശക്തി നമുക്ക് ആനന്ദവും സന്തോഷവും സമാധാനവും നൽകുന്നു. എന്നാൽ പൈശിക വചനത്തിൻ്റെ ശക്തിയാകട്ടെ നമ്മളെ മുറിപ്പെടുത്തും, നമ്മെ രോഗികളാക്കും. ഈ നോമ്പുകാലത്ത് പൈശാചിക ശക്തികളെ തിരഞ്ഞെടുക്കാതെ നമ്മിലുള്ള പൈശാചിക ശക്തികളെ മാറ്റിക്കളഞ്ഞുകൊണ്ട് നന്മയുടെ ശക്തിയെ, ദൈവിക ശക്തിയെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റുവാങ്ങാം. സ്തുതിയായിരിക്കട്ടെ.